ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലിയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ തീവ്രവാദികൾ ഇന്നലെ അവിടെ വന്നിട്ടുള്ള അവധി ആഘോഷിക്കുന്നതിന് വേണ്ടി പഹൽഗാമിലെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാം സഹോദരന്മാരെ ഇന്ത്യ ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഭീകരാക്രമണമാണ് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ രാജ്യത്ത് ആര് ഭരിച്ചാലും എന്തു തന്നെയായാലും ശരി, ഈ രാജ്യത്തിനൊരു കോട്ടം വന്നാൽ, ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി തീവ്രവാദികൾ പുറപ്പെട്ടാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട്, പെരുമാറ് കാണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംരക്ഷിച്ച ചരിത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. ആയതുകൊണ്ട് ഇന്നലെ അതിദാരുണമായ മനുഷ്യ മനസാക്ഷിയെ നമ്മളെല്ലാം കോരിത്തെരിപ്പിക്കുന്ന വളരെ പൈശാചികമായ ഒരു ഭീകര ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. അവിടെ നമ്മുടെ സഹോദരങ്ങൾ 26ഓളം വരുന്ന സഹോദരങ്ങൾ വെടിവെച്ച് അവരെ കൊലപ്പെടുത്തിയ ആ തീവ്രവാദികളെ അടിച്ചമർത്തുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഈ ദിവസം ഇവിടെ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. അതീവ ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ തളരാതെ പോരാടേണ്ട സമയമാണിത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമ്മുടെ നാടിൻ്റെ സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകര ശക്തികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ഉണരാം. ഭീകരതയ്ക്കെതിരെ ഞാൻ ഇന്നലകളിൽ നിലകൊണ്ടിട്ടുണ്ട്, ഇന്നും നിലകൊള്ളുന്നു, നാളെയും നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പാത ശരിയല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ടി എ രാധാകൃഷ്ണൻ, കെ പി ഷാജി, പി എ അച്ഛൻകുഞ്ഞ്, ടി എ ശിവൻകുട്ടി, കെ കെ സത്യൻ, അജിത് താന്നിക്കൽ, മുഹമ്മദ് റാഫി, കെ എഫ് രഘുനാഥ്, ടി ആർ ശ്രീജിത്ത്, ഇബ്രാഹിം, വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കാശ്മീരിൽ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 27 പേരാണ് മരണമടഞ്ഞത്. കാശ്മീരിൽ തന്നെ ഇതിനു മുൻപുണ്ടായ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 42 പേരോ മറ്റാണ് അന്ന് മരണപ്പെട്ടത്. വിഘടനവാദവും ഭീകരാക്രമണവുമൊക്കെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു നിത്യസംഭവമായി മാറുന്നു എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടം തൊട്ട്
ഇന്ന് വരെ ഈ വിഘടനവാദത്തോടും ഭീകരാക്രമണത്തോടും ഒരു കോംപ്രമൈസ് ചെയ്യുന്നതിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ. CCV ന്യൂസ് ചേലക്കര.